ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് തീരെ വയ്യായിരുന്നു. പനിയൊക്കെ പിടിച്ച് തൊണ്ടയൊക്കെ വേദനയും കിടപ്പിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് തല പൊക്കിയത്. അപ്പം ഇന്ന് വെറുതെ ഇരുന്ന ടൈമിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോകുന്ന വെച്ച് അങ്ങനെ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്തുള്ള ആയിരവല്ലിപ്പാറ എന്ന് പറയും. അപ്പോൾ എന്തായാലും അവിടെ പോകുമ്പോൾ ഒരു ലോങ് വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഫ്രണ്ടുണ്ട്, അപ്പോൾ അവളിവിടെ ജംഗ്ഷനിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളും കൂടെ വന്നിട്ട് ബാക്കി നമുക്ക് കാണാം. ഗൈസ്, അപ്പം എൻ്റെ കൂട്ടുകാരെ കിട്ടി എന്നുണ്ട് നമ്മളാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. അപ്പം ഞാൻ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം, ബാക്കി കുറേ കാണിച്ചു തരാം. നമ്മൾ ആയിരവല്ലിപ്പാറ പോകുന്നതുകൊണ്ട് അവിടെ മുകളിൽ കയറുമ്പോൾ അത് ഗേൾസിന് അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് നമ്മൾ കൂടെ ഒരു ആളെയും കൂടെ വിളിക്കുന്നുണ്ട്, നമ്മുടെ ആശാനെ. അത് കാണിച്ചു തരാം. നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് ഇഞ്ചക്കാട് പോകുന്ന റൂട്ടിൽ വരുമ്പം ഇവിടെ സൈഡിലൊരു ആർച്ചാണ്. കൊട്ടാരക്കരയിൽ നിന്ന് ഒരു കഷ്ടിച്ചൊരു 3 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പം സൈഡിൽ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലൊരു ആർച്ചാണ്. നമുക്ക് ഈ പാലത്തിൽ കൂടെ ആണ് അങ്ങോട്ട് പോകേണ്ടത്, ഈ പാലം. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നേരെ സ്ട്രെയിറ്റ് എടുത്ത് പോയിട്ട് പിന്നെ ലെഫ്റ്റ് എടുത്ത് പോകണം. കാരണം നമ്മളിവിടെ ഈ റോഡ് ഇവിടെ എൻഡ് ആവുന്ന വഴിക്ക് നേരെ കാണുന്ന ആ റോഡെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്ന വഴിയാണ്. അപ്പം നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സ്നേഹതീരം എന്ന് പറഞ്ഞ് ഒരു സംഭവം ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇവിടെ നമ്മുടെ അടുത്ത്. ഇത് ട്രോളാൻ വേണ്ടിയിട്ട് ഇവിടെ ചില നാറികളുണ്ട്. കുഴപ്പമില്ല. അത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം അതാണ് വഴി. നല്ല രസമുണ്ട് കാണാൻ. പണ്ട് വന്നപ്പോൾ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇവിടെയൊക്കെ മൈതാനമായിരുന്നു, പെട്ടിക്കടയൊക്കെ. എന്നെ കാണുന്നു. ഗൈസ്, നമ്മളപ്പോൾ ഈ കാട്ടുവഴി കൂടെയൊക്കെ കയറി പോവാണ്. നമ്മൾ താഴത്ത് എത്തി. ഇത് എവിടാ സ്ഥലം? ഇതുവഴിയാണോ 2 വഴിയോ? ഇതോ? നമുക്ക് നേരെ കയറി ചെല്ലാം. വഴിയൊന്നും അത്ര സുഖമുള്ളതൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. കയറാൻ പറ്റുന്നവർക്ക് കയറാം. നമ്മൾ കയറി അണച്ചിരിപ്പുണ്ട്. എന്തോ പറയാനുള്ളത്? ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ സ്പോട്ടാണ്. ഇപ്പൊ ഇത് ഉടനെ ടൂറിസ്റ്റിന്റെ വകുപ്പിലോട്ട് ആവും. അതിന് മുമ്പേ ഇവിടെ ആൾക്ക് ഫ്രീ ആയിട്ടൊക്കെ വരാം. മഴ സമയത്ത് വരരുത്, പിന്നെ സൈഡിൽ കൂടെ വഴിയുണ്ട്, കേറാം. അതിന് ബാക്കി നിങ്ങളൊക്കെ തെറ്റും. എനിക്ക് പിന്നെ പനി അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്തോത്തിനും ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അഹങ്കാരം. വഴി കുഴപ്പമൊന്നുമില്ല. ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട് ഇതുപോലെ പാറയൊക്കെയുള്ള വഴിയാണ്. കുഴപ്പമില്ല, കയറി പോകാവുന്നതേ ഉള്ളൂ. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതുവഴി ക്ലൈംബ് ചെയ്തൊക്കെ പോവാം. വേണമെന്നുള്ളവർക്ക്, എന്നെപ്പോലെ അതിന് പറ്റാത്തവർക്ക്, മടിയായവർക്കൊക്കെ ഇതുപോലെ നടന്നു പോവാം. അപ്പം നമുക്കിനി മുകളിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, നിങ്ങൾ പുറകെ കിടക്കുന്ന ഈ പാറ കണ്ടോ? ഇതൊരു 50-45 ഡിഗ്രിയിലാണ് കിടക്കുന്നത്. അപ്പം ക്ലൈംബൊക്കെ ചെയ്ത് പോകേണ്ടവർക്ക് പോവാം. പക്ഷെ മഴയൊക്കെ ആണെങ്കിൽ പോകരുത്, ചിറക്കി കുത്തി താഴെ കിടക്കും. പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നടന്നു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ വഴിയൊന്നും ശരിയായിട്ടില്ല. കാരണം ടൂറിസം മേഖലയൊന്നും ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അങ്ങനെ അധികം പേർക്കും അറിയത്തില്ല ഇത് സ്പോട്ട്. ആൾക്കാരൊക്കെ വരും, പക്ഷെ അത്ര അങ്ങോട്ട് ഇതായിട്ടില്ലല്ലോ. കുറച്ചാളൂടെ കഴിയുമ്പോൾ ആവുമായിരിക്കും.
അതെ, വരുന്ന വഴിക്ക് കുപ്പിച്ചില്ലുകളൊക്കെ ഉണ്ട്, സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. ഇപ്പം തന്നെ ക്ഷീണിച്ച് വഴി മാറിപ്പോയി ഗൈസ്. ഈ വഴിയാണ്, നമുക്ക് ഈ വഴി നടക്കാം ഗൈസ്. നമ്മൾ ഏകദേശം ഇവിടെ എത്തി. മുകളിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. ആദ്യം അവിടെ അങ്ങ് നിന്ന് നമുക്ക് ഈ അണ്ണനെ ആദ്യം പറഞ്ഞു വിടാം. ഒറ്റയ്ക്ക് അവൻ പേടിയുണ്ട് ഈ അണ്ണനെ വിളിച്ചുകൊണ്ട് വന്നത്. അണ്ണനെ കിട്ടിക്കോട്ടെ, അങ്ങനെയല്ല. അപ്പം ഇവരെ ഫ്രണ്ട് വിട്ടിട്ട് ഞാൻ ബാക്കിൽ നടക്കുന്നുണ്ട്. ആരാണ്ടൊക്കെ ഉണ്ട് അവിടെ, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മുകളിൽ ചെന്നിട്ട് നോക്കാം ആരാന്ന്. ഏതാ നേരായ വഴി? അതെ, നേരായ വഴി. ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു സാധനം ഞാൻ മുകളിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ പാതി എത്തി ഞാൻ. 360 ഡിഗ്രിയിൽ നല്ല വ്യൂ ആണ്. ഒന്ന് വീഡിയോ എടുക്കട്ടെ, പറ. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം കടലായിരിക്കും എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം? കടലായിരിക്കും എന്ന് പറയാനുള്ള കാരണം ലാൻഡ് ഇങ്ങനെ നിരപ്പി കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അത് കടലായിരിക്കും. ഈ സൈഡിലെല്ലാം കുന്നും മലയൊക്കെ. മേ ബി വല്ല കടലോ വല്ലോ ആയിരിക്കും. അല്ല, സൂര്യൻ കടലല്ലേ താഴൂ. സൂര്യൻ ഇപ്പൊ അവിടെ താഴാൻ പോയില്ലയോ? ഓ എന്റെ പൊന്നേ, നമ്മള് വിചാരിച്ച പോലൊന്നും അല്ല. ഭയങ്കര ബുദ്ധിമാനാ. മുത്തിന് പ്രയോഗിക്കരുത്, മതി. ഞാൻ മോളി വന്നിട്ട് ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ കാണിച്ചു തരാം. ഇത് കണ്ടോ ഈ സ്ഥലം? ഇതാണ് ഇവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. പാറ വെള്ളം കെട്ടി കിടക്കുന്നതൊന്നുമല്ല, മഴ പെയ്ത് വെള്ളം കെട്ടിയതല്ല. ഇത് മീനിൻ്റെ ഷേപ്പിൽ കുളമുണ്ട്. ഈ കുളത്തിൻ്റെ താഴ്ചയെന്ന് പറഞ്ഞാൽ ഈ ഈ പാറയുടെ ഈ കുന്നിൻ്റെ എത്ര ഹൈറ്റ് ഉണ്ടോ അത്രയും ഹൈറ്റിലുണ്ട്. ഇതിൽ വീണാലൊന്നും രക്ഷപ്പെട്ട് വരാൻ പറ്റത്തില്ല. നമ്മൾ മറ്റേ മഞ്ഞുമൽ ബോയ് സിനിമയൊക്കെ ഉണ്ടല്ലോ, അതിൽ വീണാൽ വെള്ളമില്ലെന്ന് പറയും. പക്ഷെ ഇതിനകത്ത് വെള്ളമുണ്ട്. വിള്ളലുണ്ടായിട്ടുണ്ടായ സാധനം അത്. ആര് പറഞ്ഞ്? അങ്ങനാണോ? എന്നാ സയൻസ് പ്രകാരം ഇത് വിള്ളലുണ്ടായിട്ടുള്ള. പക്ഷെ ഇതിന്റെ ആഴം ഇതുവരെ ആർക്കും ഇതുവരെ കണക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. കാരണം കടലേലി വയല്, അവിടുത്തെ വെള്ളം കലങ്ങുമ്പം ഇവിടെയും വെള്ളം കലങ്ങും പറയുന്നത്. ഇവർ തങ്ങളൊരു കണക്ഷൻ ഉണ്ട്, മീൻസ് നമ്മുടെ വാട്ടർ ലെവൽ സിസ്റ്റം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും. അതായത് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കടലേലി എന്ന് പറഞ്ഞൊരു വയലുണ്ട്, എരേല എന്നൊക്കെ പറയും. അപ്പോൾ അവിടുത്തെ വെള്ളം കലങ്ങുമ്പോൾ ഇവിടുത്തെ വെള്ളം കലങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ സയൻസ് പരമായിട്ട് അതിൻ്റെ എന്തുവാ സംഭവം എന്നൊന്നും അറിയത്തില്ല. വാട്ടർ ലെവൽ സിസ്റ്റം. ഒരു സൈഡ് പൊങ്ങിയിട്ട് ട്യൂബ് താഴെ കിടക്കുമായിരിക്കും, ഇപ്പുറത്തും അതേ ഫോഴ്സിൽ തന്നെ വെള്ളം പൊങ്ങും. വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങി കാല് നനയ്ക്കാനൊന്നും നിന്ന് അതിസാഹസികത കാണിക്കരുത്. കാരണം താഴെ വീണ് കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ് രക്ഷിക്കാനെങ്കിലും ആളുണ്ടായിരുന്നു. ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ രക്ഷിക്കാൻ പോലും ഒറ്റ കുഞ്ഞുങ്ങൾ കാണത്തില്ല, ജീവൻ പോലും തിരിച്ചിടത്തില്ല. എൻ്റെ ആഴം ഈ മലയുടെ അത്രയും ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നീ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ? എൻ്റെ സ്ഥലം വന്നിട്ട് ഞാനിവിടെ അധികം വന്നിട്ടില്ല. സ്ഥലമില്ലാത്ത അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതെ, ഇങ്ങനെ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട്. വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലം. ഗൈസ്, ഇപ്പോൾ സമയം ഒരു 6:30 കാണും. എൻ്റെ അവിടെ എന്തോ കാര്യമൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ട്. ഇപ്പം ഇവിടെ വെട്ടമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ താഴെ ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും. പിന്നെ അധികം നേരം നിൽക്കുന്നില്ല, നമ്മൾ തിരിച്ച് പോവാണ്. ആരാണ്ടൊക്കെ അവിടെ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ
തീർക്കാം. താഴെ ചെന്നിട്ട് നമുക്ക് വൈൻഡപ്പ് പറഞ്ഞ് തീർക്കാം. നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഇനി ബാക്കി താഴെ ചെന്നിട്ട് കാണാം. ഗൈസ്, അപ്പം നമ്മൾ താഴെ ഇറങ്ങി വന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിൽ കയറി പോവാണ്. അപ്പം നേരമൊക്കെ സന്ധ്യയായി. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാൻ വരെ ടാറ്റാ.